അപ്പൊ ഒന്ന് പണം നോക്കിയിട്ട് ഒരിക്കൽ എത്ര കിട്ടു എന്നാ കേട്ടോ, സൗന്ദര്യമുള്ള പെണ്ണിനെ കെട്ടരുത്. പഠിക്കണം. ദീനില്ലാത്ത സൗന്ദര്യമുള്ള ചെറുപ്പക്കെല്ലാം ഗ്ലാമർ ഉള്ളതിനെ മാത്രമേ നോക്കൂ. വെളുത്ത് സുന്ദരിയായിരിക്കണ പെണ്ണിനെ മാത്രമേ നോക്കൂ. മോനെ, മുത്തുനബി പറഞ്ഞു, ദീനില്ലാത്ത സൗന്ദര്യമുള്ള പെണ്ണിനെ നീ വിവാഹം കഴിക്കരുത്, അവളുടെ സൗന്ദര്യം അവളെ നശിപ്പിച്ച് കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എത്ര സത്യല്ലേ, എത്ര സത്യ. എന്നാലോചിക്കേ, പണ്ട് പെണ്ണ് കാണാൻ പോകുമ്പോ പയ്യൻ വീട്ടിൽ ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോകും, പ്രായമുള്ളവരെ. പ്രായമുള്ള ആരെങ്കിലും വിവാഹത്തിന് പോകുമ്പോ, വിവാഹ കല്യാണ ആലോചനയ്ക്ക് തന്നെ പോകുമ്പോ, പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുമ്പോ പ്രായ ഉപ്പായ ആരെങ്കിലും വിളിച്ചോണ്ട് പോകും. അങ്ങനെ ഇന്ന് അതൊക്കെ മാറി. ഇന്ന് പെണ്ണ് കാണാൻ പോകുമ്പോ വീട്ടിൽ നിന്ന് ആരെയും വിളിക്കത്തില്ല, പുറത്തുനിന്ന് 2 മലക്കുകളെ വിളിക്കും. ഈ റക്കീബ് അത്തീദിനെ പോലെ 2 കൂട്ടുകാരെ വിളിക്കും. 2 കൂട്ടുകാരെ വിളിച്ചിട്ട് പടച്ചവനെ പെണ്ണിന്റെ വീട്ടിൽ ചെല്ലും. അവിടെ വാപ്പ മക്കളെ ഒക്കെ വിളിച്ച് വീടിന്റെ അകത്തൊക്കെ കയറ്റി ഇരുത്തി അവസാനം കല്യാണ പെണ്ണ് ഒരുങ്ങിയിട്ട് ഈ വെള്ളമായിട്ട് വരും. നാരങ്ങ വെള്ളമൊക്കെ പിടിച്ചോണ്ട് വന്ന് ചായയൊക്കെ കൊണ്ടുവന്നിട്ട് മുന്നിലോട്ട് അങ്ങോട്ട് വെച്ചു കൊടുക്കും. അൽഹംദുലില്ലാ, പയ്യന്റെ നേരെയാ കൊണ്ടു കൊടുക്കണത്. അപ്പൊ പയ്യൻ ഇങ്ങനെ ഇവളെ ഒന്ന് നോക്കും, എന്നിട്ട് അടുത്തിരിക്കുന്നവന്റെ മുഖത്ത് ഇങ്ങനെ നോക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് വിവാഹം നടക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ കള്ളം പറയില്ല. പെണ്ണ് കാണാൻ പോകുന്നവന് അവൻ പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ട് അടുത്തിരിക്കുന്ന കൂട്ടുകാരന്റെ മുഖത്ത് നോക്കും. അവനാണെങ്കിൽ ഒരു സ്കാനിങ് ഇങ്ങനെ നിർത്തിയിട്ട് ഈ പെണ്ണിനെ ഒന്ന് നോക്കും. മുകൾ ഭാഗം മുതൽ അങ്ങ് താഴ്ഭാഗം വരെ നോക്കിയിട്ട് അവൻ പറയും, കൊള്ളാം, കുഴപ്പമില്ല, അളിയെ കെട്ടിക്കോളാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇന്ന് ചെറുപ്പക്കാരെന്ന ഇവനാ പെണ്ണ് കെട്ടുന്ന, ഇവൻ ഇഷ്ടപ്പെട്ടോന്നല്ല നോക്കുന്നത്, അടുത്തവൻ നോക്കിയിട്ട് പറയണം കൊള്ളാമെന്ന് പറഞ്ഞാൽ സൗന്ദര്യ റാണിയാടാ, കെട്ടിക്കോടാ എന്ന് പറഞ്ഞ കെട്ടുക. മക്കളെ, സൗന്ദര്യമുള്ള ദീനില്ലാത്ത പെണ്ണിനെ കെട്ടരുത്. കെട്ടിയാൽ സൗന്ദര്യം അവളെ നശിപ്പിച്ചു കളയും, അഹങ്കാരിയാക്കി കളയും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3 പുളിങ്കൊമ്പിലേ പിടിക്കാവൂ. പിടിച്ച അങ്ങനെയുണ്ടല്ലോ, നല്ല കുടുംബം നോക്കി നല്ല ടീമുകളെ നോക്കിയിട്ട്. ഇന്നത്തെ യുവതലമുറയുടെ ഏറ്റവും വലിയ വഴി, പെമ്മക്കളൊക്കെ കേട്ടോട്ടാ, ഇന്നത്തെ യുവതലമുറയുണ്ടല്ലോ, ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ ബുദ്ധി എന്തെന്നറിയോ? മേലനങ്ങാതെ പൈസ ഉണ്ടാക്കണം, മേലനങ്ങാതെ മരിക്കുന്ന കാലം വരെ സുഖിച്ച് ജീവിക്കണം. അതിനൊറ്റ വഴിയേ ഉള്ളൂ, പണമുള്ള ഒരുത്തന്റെ മോളെ അങ്ങ് വളച്ചാ മതി. അതന്നെ ഇന്നത്തെ സിസ്റ്റം. ഏറ്റവും വലിയ പണക്കാരന്റെ മകളെ വളച്ച് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഖിയാമത്ത് നാൾ വരെ സുഖമായിട്ട് ജീവിക്കാം. ഇതാ ഇവരുടെ ധാരണ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, ദീനില്ലാത്ത കുടുംബം അള്ളാഹു വലിയ കുടുംബമാണെന്ന് പറഞ്ഞ് നീ കയറി വിവാഹം കഴിച്ചാൽ നീ ആ കുടുംബത്തിൽ നാറും, നിനക്കൊരു വിലയും ഉണ്ടാകില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, ഫളുഫറു ബിദാത്തിദ്ദീൻ, ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. മോനെ, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. അള്ളാഹുവിന്റെ പ്രവാചകനെ പെട്ടെന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരാ, ദീനുള്ള ഉമ്മയുടെ വയറ്റിലെ നല്ല മക്കള് ജനിക്കാറുള്ളൂ. എന്റെ ഉമ്മമാരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, നല്ല ഉമ്മമാരുടെ വയറ്റിലെ നല്ല മക്കള് ജനിക്കാറുള്ളൂ. ഒരു ചരിത്രം പറഞ്ഞു തരാ, ഒരു ചരിത്രം പറഞ്ഞു തരാ. പടച്ചവനെ, സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ചെറുപ്പക്കാരനാണ് സാബിത്ത് ബിൻ ഇബ്രാഹിം. അള്ളാഹുവേ, പടച്ചവനെ, കഴിക്കാ ഭക്ഷണമില്ല, കിടന്നിട്ടുറക്കം വരുന്നില്ല, തന്റെ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങുകയാണ്, ഭക്ഷണം തേടി നിറന്ന് ഒരു മനുഷ്യനും കൊടുക്കുന്നില്ല. അവസാനം സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അതാ വെള്ളം ഇങ്ങനെ നദി ഇങ്ങനെ ഒഴുകുമ്പോൾ ആ നദിയുടെ ഭാഗത്തുകൂടെ നടന്നു പോകുമ്പോൾ അവിടെ നിന്ന് തലകറങ്ങി അങ്ങ് താഴെ വീഴുകയാ. അവിടെ നിന്ന് തളർന്നു വീണു. പടച്ചവനെ, ഇങ്ങനെ അതാ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ പുഴയുടെ ചാരത്തിങ്ങനെ തളർന്നു കിടക്കുമ്പോ വെള്ളത്തിലൂടെ അതാ ഒരു പഴമിങ്ങനെ ഒഴുകി വരികയാണ്. വെള്ളത്തിലൂടെ ഒരു ആപ്പിൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പടച്ചവരെ ഇത് കണ്ടപ്പോ, അല്ലാഹുവേ, വിശപ്പാണല്ലോ, പട്ടിണിയാണല്ലോ, വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന ആപ്പിൾ എടുത്തിട്ടങ്ങ് കഴിക്കാൻ തുടങ്ങി. അതാ പകുതി തന്റെ വയറിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നു. അപ്പോഴാണ് ബുദ്ധി വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കണ്ണ് നിറയാൻ തുടങ്ങി, കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. ഖസുറ ദുനിയാ വൽ ആഖിറ.
അല്ലാഹുവേ ഹറാമ് തിന്നുപോയല്ലോ, അല്ലാഹുവേ ഹറാമ് തിന്നുപോയല്ലോ, ആരുടേതാണെന്നറിയില്ലല്ലോ, എന്റെ ദുനിയാവും ആഖിറവും പോയല്ലോ. നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. ഒരു പദാ അതാ വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു ആപ്പിളിന്റെ പകുതി കടിച്ചതിന്റെ പേരില് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയ ഈ ചെറുപ്പക്കാരൻ കിടന്ന് വിളിച്ചു കൂവിയിട്ട് ഓടുകയാണ്. അവസാനം പുഴയ്ക്കെതിരെ ഓടുകയാണ്. എവിടെ നിന്നാണ് ഈ പടം വീണത്? ആരുടെ പറമ്പിൽ നിന്നാണ് പടം വീണത്? ഒരുപാട് ദൂരമങ്ങ് സഞ്ചരിക്കുകയാണ്. അവസാനം ഒരു തോട്ടം കണ്ടുപിടിച്ചു. സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തോട്ടത്തിന്റെ അകത്തേക്ക് കടന്നു ചെന്നു. അതാ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് അതിനകത്ത് കണ്ട മനുഷ്യനോട് പറഞ്ഞു, എനിക്ക് പൊരുത്തം തരണം. അനുവാദമില്ലാതെ കഴിച്ചുപോയി, വിശപ്പിന്റെ കാഠിന്യത്താൽ അറിയാതെ കഴിച്ചു പോയതാ. എന്റെ പ്രിയമുള്ളവരെ, ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് പൊരുത്തം തരാനുള്ള അവകാശമില്ല. കാരണം ഞാൻ ഇതിന്റെ മുതലാളിയല്ല, ഞാൻ ഇവിടത്തെ ജോലിക്കാരനാണ്. എന്റെ മുതലാളിയുടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ 3 ദിവസം ഇവിടെ നിന്ന് സഞ്ചരിച്ചാലേ പോകാൻ കഴിയൂ. സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാണ്, 300 കൊല്ലം നടക്കേണ്ടി വന്നാൽ എന്റെ കയ്യിലിരിക്കുന്ന ഈ ആപ്പിളിന്റെ പകുതി കടിച്ചതിന്റെ പൊരുത്തം ചോദിക്കാ. എത്ര കൊല്ലം നടക്കാനും ഞാൻ തയ്യാറാ. അവിടെ നിന്ന് അവസാനം പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ അല്ലാഹുവേ ദിവസങ്ങളോളം സഞ്ചരിച്ചു. സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ തോട്ടത്തിന്റെ മുതലാളിയുടെ വീടിന്റെ മുന്നിലെത്തി. ഒരു പ്രായമുള്ള മനുഷ്യനെ കാണുകയാ. അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് സംഭവം മുഴുവനും പറഞ്ഞു, എനിക്ക് പൊരുത്തം തരണേ, എനിക്ക് പൊരുത്തം തരണേ. ആ മനുഷ്യൻ ചിന്തിച്ചു, അല്ലാ, കഴിച്ച ഒരു പഴത്തിന്റെ പൊരുത്തം ചോദിക്കാതെ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ വരെ വരണമെങ്കിൽ ഈ പാവപ്പെട്ടവനൊരു സാധാരണ മനുഷ്യനല്ല. അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ പൊരുത്തം തരാ, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, ഒരു കണ്ടീഷൻ ഉണ്ട്. എന്റെ പൊന്നുമകളെ നീ വിവാഹം കഴിക്കണം. എന്റെ പൊന്നുമകൾക്ക് കണ്ണ് കാണൂല, അവൾക്ക് ചെവി കേൾക്കൂല, അവളുടെ കാലിന് സ്വാധീനമില്ല. എന്റെ മകളെ വിവാഹം കഴിക്കണം, എങ്കിലേ ഞാൻ പൊരുത്തപ്പെടൂ. സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് പെണ്ണിനെ പോലെ കാണണ്ട, എനിക്ക് പൊരുത്തം മതി, എനിക്ക് അല്ലാഹുവിന്റെ മുന്നിൽ നാളെ രക്ഷപ്പെടണം. അവിടെ നിന്ന് വിവാഹം കഴിഞ്ഞു. അവസാനം സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, സൗന്ദര്യ റാണിയായ ഒരു പെണ്ണ് മണിയറയ്ക്കകത്തൊരുങ്ങിയിരിക്കുകയാ. ഒരു സുന്ദരിയായ പെണ്ണ് മണിയറയ്ക്കകത്തിരിക്കുകയാ. സാബിത്ത് ചോദിച്ചു, എന്റെ ഭാര്യ എവിടെ? കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, നടക്കാൻ സ്വാധീനമില്ലാത്ത എന്റെ ഭാര്യ എവിടെ എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറഞ്ഞു, സാബിത്തേ, ഞാൻ തന്നെയാണ് നിന്റെ ഭാര്യ. എന്റെ കണ്ണിന് കാഴ്ചയുണ്ട്, എന്റെ ചെവിക്ക് കേൾവിയുണ്ട്, എന്റെ കാലിന് സ്വാധീനമുണ്ട്. പിന്നെ എന്റെ വാപ്പ പറയാറുള്ള കാരണം എന്തെന്നറിയോ? ഓർമ്മ വെച്ച കാലം മുതല് എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഹറാമ് കണ്ടിട്ടില്ല സാബിത്തേ. ഓർമ്മ വെച്ച കാലം മുതല് ഇന്ന് വരെ ഞാൻ ഹറാം എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, ഹറാമ് കേട്ടിട്ടില്ല, ഹറാമിലേക്ക് നടന്നിട്ടുമില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ആ പെണ്ണാരായിരുന്നെന്നറിയോ? അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച പെണ്ണാ. അവള് കാമുകന്റെ ചിത്രം കാണുന്നവളല്ല, നഗ്നചിത്രങ്ങൾ കാണുന്നവനല്ല, ആവശ്യമില്ലാത്ത സിനിമയും സീരിയലും കാണുന്നവളല്ല. അല്ലാഹുവേ, ഹറാമ് കാണാത്ത പെണ്ണായിരുന്നു. പാതിരാത്രി മുഴുവനും കാമുകന് പറയുന്ന പച്ച സെക്സ് കേൾക്കാത്തവളാ, മണിയറ രഹസ്യം വരെ പങ്കുവെക്കാത്തവളാ, അല്ലാഹുവേ കാമുകന്റെ കൂടെ കറങ്ങാത്തവളാ. ആ പെണ്ണ് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണായിരുന്നു. ഭാര്യയും ഭർത്താവും അല്ലാഹനെ പേടിച്ച് ജീവിച്ചവരാ. അവസാനം സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാര് ഇവര് രണ്ടുപേരും കൂടെ കുടുംബജീവിതം നടത്തി. ഇവര് രണ്ടുപേരും ശാരീരികമായി ബന്ധപ്പെട്ടു. അങ്ങനെ അവര് രണ്ടുപേരും വിത്തിറക്കിയപ്പോ അല്ലാഹു അവർക്കൊരു വിളവ് കൊടുത്തു. അവര്
ഭാര്യമാര് രണ്ടുപേരും കൂടെ കുടുംബജീവിതം നടത്തിയപ്പോ ആ ഉമ്മാടെ വയറ്റിലൊരു മകൻ ജനിച്ചു. ആ ഉമ്മാടെ വയറ്റിലൊരു മകൻ ജനിച്ചു. ആ മകനാരെന്നറിയോ? ആ ഉമ്മാടെ വയറ്റിൽ പിറന്ന മകനാരാ? മഹാനായ ഇമാമുനാ അബൂ ഹനീഫ. മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു ആ ഉമ്മയുടെ വയറ്റിൽ പിറന്ന മകനായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിന്റെ മടിത്തട്ടിലെ നല്ല മക്കൾ ജനിക്കാറുള്ളൂ. ആ ഉമ്മമാര് വളർത്തുന്ന മക്കളെ കണ്ടവന്റെ കൂടെ ഓടൂല. അവർക്ക് പാപം ചെയ്യാ പേടിയാ. എത്ര വലിയ പ്രലോഭനങ്ങൾ കൊടുത്താലും വാഗ്ദാനം കൊടുത്താലും എന്തൊക്കെ ചെയ്താലും അവർ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ വിവാഹം കഴിക്കുമ്പോ ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കണ്. സൗന്ദര്യം നീ വലുതായി പരിഗണിക്കരുത്. പണം നീ വല്ലാതെ നോക്കരുത്. കുടുംബമഹിമ വല്ലാതെ നോക്കരുത്. ഇതൊന്നും വേണ്ട എന്ന് പറയുന്നില്ല. ദീനുണ്ടോ? ഒന്നാമത് നോക്കേണ്ടത് പണമോ സൗന്ദര്യമോ കുടുംബമഹിമയല്ല. നോക്കേണ്ടത് ദീനാണ്. ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. അവളുടെ വയറ്റിൽ നല്ല മക്കള് ജനിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ അധികം പേരും ആമീൻ പറയൂല. കാരണം ഉസ്താദെ, ഞാൻ പെണ്ണ് കെട്ടിക്കഴിഞ്ഞു, ഇനി ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എനിക്കറിയാം നിങ്ങളിൽ അധികം പേരും ആമീൻ പറയാത്തത്, ഉസ്താദെ പെണ്ണ് കെട്ടിക്കഴിഞ്ഞു, ഇനിയിപ്പോ ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വാപ്പ മക്കളെ കെട്ടിക്കാവുണ്ടല്ലോ, അപ്പോഴെങ്കിലും ശ്രദ്ധിക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴി ഞാൻ അവസാനം പറഞ്ഞുതരാം. നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി, എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങൾ പഠിക്കണം. പെൺമക്കളെയൊക്കെ കെട്ടിക്കുമ്പോ, പെൺകുട്ടികളൊക്കെ കെട്ടിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവര് ചരിത്രത്തിൽ കാണാം, മുബാറക് എന്ന് പറയുന്ന ഒരു അടിമയുണ്ടായിരുന്നത്രേ. യജമാനൻ ഒരു ദിവസം, മുബാറക്കിന്റെ ജോലി എന്താ? മുബാറക്കിന്റെ ജോലി മുന്തിരിത്തോട്ടത്തിൽ കാവല് നിൽക്കല. വലിയ സമ്പന്നനാണ് മുതലാളി. മുതലാളിയുടെ വീട്ടിലേക്ക് ഒരു മനുഷ്യൻ വിരുന്നു വന്നപ്പോ മുബാറക് എന്ന് പറയുന്ന അടിമയെ വിളിച്ചിട്ട് പറഞ്ഞിടാ, പോയിട്ട് ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവാ, എന്റെ വിരുന്നുകാരന് കൊടുക്കാനുള്ളതാ. അടിമ പോയി ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ മുന്നിൽ വെച്ചു കൊടുത്തു. യജമാനൻ ഒരെണ്ണം പറിച്ചു തിന്നപ്പോ വല്ലാത്ത പുളി. ഡാ, പോയിട്ട് മധുരമുള്ളത് പറിച്ചിട്ട് വാടാ, എന്നോട് മധുരമുള്ളത് കൊണ്ടുവരാനാ പറഞ്ഞത്. രണ്ടാമതും പോയി ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ മുന്നിൽ വെച്ചു. തിന്നപ്പോ പുളി. അപ്പോൾ യജമാനന് ദേഷ്യമായി. യജമാനൻ മൂന്നാമത് പറഞ്ഞു, നീ കളിയാക്കരുത്, നിന്നോട് ഞാൻ പറഞ്ഞത് മധുരമുള്ളത് പറിച്ചു കൊണ്ടുവരാനാ. യജമാനൻ പറഞ്ഞത് കേട്ട് മുബാറക് എന്ന് പറയുന്ന അടിമ തോട്ടത്തിൽ പോയി മൂന്നാമതും ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ മുന്നിൽ വെച്ചു. യജമാനൻ ഒരു മുന്തിരി എടുത്ത് കടിച്ചപ്പോ വല്ലാത്ത പുളി. പിന്നെ ഒന്നും പറയേണ്ടതില്ല, എഴുന്നേറ്റ് നിന്ന് തല്ലാൻ തുടങ്ങി. മുബാറക് എന്ന് പറയുന്ന അടിമയെ തല്ലി. എന്നിട്ട് യജമാനൻ ചോദിച്ചു, എത്ര വർഷമായടാ നീ എന്റെ പറമ്പിൽ ജോലി ചെയ്യാൻ തുടങ്ങി? ഈ മുന്തിരിത്തോട്ടത്തിൽ വർഷങ്ങളായിട്ട് നീ ജോലി ചെയ്യുന്നല്ലോടാ. എടാ, മധുരമുള്ളതേതാ മധുരമില്ലാത്തതേതാ നിനക്ക് ഇതുവരെ അറിയില്ലേടാ എന്ന് പറഞ്ഞിട്ട് തല്ലുക. ആ സമയത്ത് മുബാറക് എന്ന് പറയുന്ന അടിമ യജമാനനോട് ചോദിച്ചു, എനിക്കറിയില്ല, എന്നോട് ഈ മുന്തിരിത്തോട്ടം നോക്കാനേ പറഞ്ഞിട്ടുള്ളൂ, തിന്നാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? എന്നോട് ഇത്രയും വർഷം 10 വർഷം എന്റെ പ്രിയമുള്ളവരെ ഈ മുന്തിരിത്തോട്ടത്തിൽ ഞാൻ ജോലി ചെയ്തു, എന്നോട് തിന്നാൻ നിങ്ങൾ പറഞ്ഞിട്ടില്ല, നോക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇന്ന് വരെ തിന്നു നോക്കിയിട്ടില്ല, എനിക്കറിയില്ല മധുരമുള്ളതേതാ ഇല്ലാത്തതേതാ. ആ മനുഷ്യൻ അങ്ങോട്ട് കരയാൻ തുടങ്ങി. അള്ളാഹുബെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് പൊന്നു മകളോട് പറഞ്ഞു, മോളെ, വാപ്പ നിനക്കൊരു പയ്യനെ നോക്കിയിട്ടുണ്ട്, വാപ്പ നിനക്കൊരു പുതിയാപ്പിളയെ നോക്കിയിട്ടുണ്ട്. ആരാ ഉപ്പ? നമ്മുടെ പറമ്പിൽ ജോലി ചെയ്യണ മുബാറക്ക. ഉപ്പ എന്തേ ഉപ്പ ആ മനുഷ്യനെ തെരഞ്ഞെടുത്ത്? മോളെ, ഇവനെക്കാലം നല്ല ഒരുത്തനെ എന്റെ ജീവിതകാലം മുഴുവനും തെരഞ്ഞാൽ എനിക്ക് പറ്റൂല. അള്ളാഹുവേ, ആ സമയത്ത് മകൾ വാപ്പ നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തപ്പോ ആ മകള് പറഞ്ഞു, വാപ്പായ്ക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് അത് തന്നെ മതി. അതാ പെമ്മക്കള്. നിന്റെ മോളൊരു ദിവസം വീട്ടിൽ കയറി വന്നിട്ട് പറയും, ഉമ്മ, എനിക്ക് ഓനായിട്ട് നല്ല സ്നേഹവാ, കെട്ടിച്ചു വിട്ടേക്കണം. ഇന്ന് 18 തികഞ്ഞവള് 18 തികയാൻ കാത്തു നിൽക്ക. 18 തികഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിയമമൊക്കെ അനുകൂലമല്ലേ? വീട്ടിൽ കയറി വന്നിട്ട് പറയും, എനിക്ക് അവനെ ഇഷ്ടമാ, വിവാഹം കഴിച്ചു തരണം. വാപ്പ ചോദിക്കും, മോളെ, അവൻ നമ്മുടെ ജാതി പോലും, അതൊന്നും എനിക്കറിയത്തില്ല, എനിക്ക് ഓനെ മതി,
കെട്ടിച്ചു വിട്ട നാണക്കേടില്ല, ഇല്ലെങ്കിൽ ഞാൻ പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാ അവസ്ഥ. എന്റെ പ്രിയമുള്ളവരെ, മുബാറക് എന്ന് പറയുന്ന ആ യജമാനൻ മകളോട് പറഞ്ഞു, മോളെ വാപ്പ നിനക്ക് വെച്ചേക്കുന്ന പയ്യൻ ഇവനാ, വാപ്പായ്ക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതാ എന്റെ പ്രിയമുള്ളവരെ, മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. അവർ രണ്ടുപേരും കൂടെ കുടുംബജീവിതം നടത്തിയപ്പോ അള്ള ഒരു മകനെ കൊടുത്തു. ആരാ മകന്? മഹാനായ അബ്ദുല്ലാഹിബ്നുൽ മുബാറക് എന്ന് പറയുന്ന ലോകമറിയുന്ന പണ്ഡിതൻ. ആ ഉപ്പായ്ക്ക് ഉമ്മായ്ക്കാ ജനിച്ചതെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിന്റെ വയറ്റിലെ നല്ല മക്കൾ പിറക്കാറുള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ പോയി പെണ്ണ് കണ്ടു. അതാ ഒരു ദീനുള്ള ഒരു പെണ്ണിനെ പോയി അതാ ആലോചന നടത്തി. അത് കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ വിവാഹമാണല്ലോ. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങൾ കണ്ണൂർ ജില്ലക്കാരാണ്. പടച്ചവനെ, നിങ്ങൾ കണ്ണൂരിന്റെ പരിസരത്ത് കിടക്കുന്നവരാ. നിങ്ങൾക്ക് പറയാൻ ഒരുപാട് നാട്ടു നടപ്പുണ്ട്. അതൊന്നും ദീനല്ലല്ലോ. ഇത് പറഞ്ഞാ ചിലപ്പോ എനിക്കിവിടെ ഇറങ്ങിപ്പോകാൻ കഴിയണമെന്നില്ല. കാരണം നിങ്ങളുടെ നാട്ടു നടപ്പ് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള അല്ലാഹുവേ, ലോകത്താദ്യമായിട്ട് വിവാഹം നടന്നത് എവിടെ വെച്ചാണ്? പഠിക്കണം ചെറുപ്പക്കാരാ. ലോകത്താദ്യമായിട്ട് വിവാഹം നടന്നത് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ വെച്ചാ. ആദം നബി തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹവ്വാ റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് വിവാഹം കഴിച്ചത് ദുനിയാവിൽ വെച്ചല്ല, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ വെച്ചാട്. ഇനി അവസാനത്തെ വിവാഹം എവിടെയാണ് നടക്കുന്നത്? ഈ ഭൂമിയിൽ അവസാനത്തെ വിവാഹം എവിടെ വെച്ചാണ് നടക്കുന്നത്? അതും സ്വർഗത്തിൽ വെച്ച് തന്നെയാ നടക്കുന്നത്. ആരാ വിവാഹം കഴിക്കുന്നത്? ആരെയാണ് വിവാഹം കഴിക്കുന്നത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹദി ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹാ, മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ, ഇവരെ രണ്ടുപേരെയും വിവാഹം കഴിക്കുന്നത് സ്വർഗത്തിൽ വെച്ചാ. അപ്പൊ ആദ്യത്തെ വിവാഹം നടന്നതും സ്വർഗത്തിലാണ്, അവസാനത്തെ വിവാഹം നടക്കുന്നത് സ്വർഗത്തിലാ. സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ അവസാനിക്കുന്ന ഒരു അമലാണ് നിക്കാഹ്. സംസ്കാരവും ബാക്കിയുള്ളതൊക്കെ പുറത്താണ്. എങ്കിലും സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ അവസാനിക്കുന്ന ഏക കാര്യം നിക്കാഹാണ്. അതുകൊണ്ടാണ് നിക്കാഹിന് പങ്കെടുത്തവർക്ക് ഇബാദത്തിന്റെ കൂലി കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ചെറുപ്പക്കാരാ, വിവാഹം നടന്നത് സ്വർഗത്തിൽ വെച്ചാണ്. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വെച്ചാണ് നിക്കാഹ് നടത്തേണ്ടത്. അപ്പൊ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട സ്ഥലവേദാ? അത് അല്ലാഹുവിന്റെ പള്ളികളാണ്, അല്ലാഹുവിന്റെ പള്ളികളാ. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ കാര്യം, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വെച്ച് വേണം നിക്കാഹ് നടത്താ. അത് പള്ളിയിൽ വെച്ച് വേണം നിക്കാഹ് നടത്താൻ. എന്റെ പ്രിയമുള്ളവരെ, രണ്ടാമത്തെ കാര്യം ഇതാണ്. ലോകത്താദ്യമായിട്ട് വിവാഹം നടന്നത് സ്വർഗത്തിൽ വെച്ച്. ആദം നബി ഹവ്വാ ബീവിയെ കെട്ടി. ഇനി അവസാനത്തെ വിവാഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആസിയ ബീവിയെയും മറിയം ബീവിയെ കഴിക്കും സ്വർഗത്തിൽ വെച്ച്. അപ്പൊ രണ്ട് നിക്കാഹ് നടക്കേണ്ടത് എവിടെ വെച്ച്? നിന്റെ വീട്ടിൽ പന്തലൊക്കെ കെട്ടി തങ്ങന്മാരെയും ഉസ്താദന്മാരെയും വിളിച്ച് വീട്ടിൽ കൊണ്ടിരുത്തിയിട്ടല്ല, അത് അള്ളാന്റെ പള്ളിക്കകത്ത് വെച്ച് നടത്തണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അന്നത്തോടെ പോകുമടാ, പിന്നെ ഒരു ജീവിതമുണ്ടടാ. മരിക്കുന്ന കാലം വരെ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ആ ജീവിതത്തിൽ നിനക്ക് ഒരുപാട് കരയേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ ദീൻ പഠിപ്പിക്കുന്നത് എന്തെന്നറിയോ? റോഡിൽ കിടക്കുന്ന ഒരു കല്ല് മാറ്റിയിട്ടാ സ്വർഗമുണ്ട്. റോഡിൽ കിടക്കുന്ന ഒരു കല്ല്, ആ കല്ലെടുത്ത് മാറ്റിക്കളഞ്ഞ സ്വർഗമുണ്ട്. പക്ഷേ നിന്റെ വിവാഹത്തിന്റെ അന്ന് നടക്കുന്നതെന്താണ്? വിവാഹത്തിന്റെ തലേ ദിവസം നടക്കുന്നതെന്താണ്? എവിടെയാ നമസ്കാരമുള്ളത്? പടച്ചവരെ, പാതിരാത്രി 12 മണി വരെ ആഘോഷമാണല്ലോ. നാട്ടുകാരെ മുഴുവനും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പാതിരാത്രി 12 മണി വരെ കിടന്ന ആഘോഷമാണ്. അത് കിടന്നുറങ്ങുകയാണ്. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, ഒരു ദിവസം നീ വിവാഹം കഴിക്കരുത്.
ഒരു ദിവസം നിന്റെ മകളെ കെട്ടിച്ചു കൊടുക്കരുത്, ഒരു ദിവസം നീ നിക്കാഹ് നടത്തരുത്. ഏത് ദിവസമെന്നറിയോ? ഏത് ദിവസമെന്നറിയോ? സുബഹി നമസ്കരിക്കാത്ത ദിവസം. ചെറുപ്പക്കാരാ, പെണ്ണ് കെട്ടല്ലേടാ. സുബഹി നമസ്കരിക്കാത്ത വാപ്പാ, നിന്റെ മകളെ കൈപിടിച്ച് കൊടുക്കല്ലേ, നേരെയാകൂല. ഞാൻ പറഞ്ഞതല്ല, മുത്തുനബിയാണ് പറഞ്ഞത്. അതുകൊണ്ട് കല്യാണ പയ്യനോടും പെണ്ണിനോടും എനിക്ക് പറയാറുള്ളത്, വിവാഹത്തിന്റെ തലേ ദിവസം വരുന്നവര് നിന്റെ കൂട്ടുകാരല്ല. അല്ലാഹുവേ, അന്നത്തെ ദിവസം നിന്റെ കൂട്ടുകാരന്റെ രൂപത്തില് ഇബ്ലീസ് നിന്റെ കൂടെ കൂടുകയാണ്. ഇബ്ലീസ് നിന്റെ കൂടെ കൂടുകയാണ്. അടാ, രാത്രി 2 മണി വരെ ആഘോഷമാണ്. എന്നിട്ട് എവിടെയെങ്കിലും പോയി വിവരമില്ലാതെ ബോധമില്ലാതെ കിടന്നുറങ്ങി. അവസാനം 6 മണിയായി. 6 മണിയായി. പടച്ചവരെ, ശൈത്താൻ എളുപ്പമാണല്ലോ. 6 മണിയായി, 6:30 ഉമ്മ വന്ന് വിളിക്കുന്നു, മോനെ ഇന്ന് നിന്റെ കല്യാണമാടാ, എഴുന്നേക്കടാ. സുബഹി നമസ്കരിച്ചിട്ടില്ല. പോയടാ ചെറുപ്പക്കാരാ, ജീവിതകാലം മുഴുവനും കണ്ണുനീരാടാ. സമാധാനമുള്ള ഒരു ജീവിതമില്ല. സുബഹി നമസ്കരിക്കാത്ത ദിവസം എന്ത് ചെയ്താൽ അതിൽ ബറക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കൊതി വേണമടാ. കെട്ടുന്ന പെണ്ണെങ്ങനെ ഇരിക്കണമെന്നറിയോ? കെട്ടുന്ന പെണ്ണെങ്ങനെ ഇരിക്കണമെന്നറിയോ? മോനെ, ഇതുപോലെ ഒരു പെണ്ണിനെ കെട്ടണമെങ്കിൽ തലകുത്തി നിൽക്കണം ചെറുപ്പക്കാരാ. അതിന് വല്ല പുണ്യവും ചെയ്യണം ചെറുപ്പക്കാരാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ഈ നാട്ടിലെ പെമ്മക്കളോട് എനിക്ക് പറയാറുള്ളത്, നിനക്ക് സമാധാനവും സന്തോഷമുള്ള ഒരു ജീവിതം വേണോ? നിനക്ക് ഞാൻ പറഞ്ഞു തരാ. അതുപോലെ ആകടി പൊന്നുമോള്. മഹാനായ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കല്യാണം കഴിഞ്ഞു. അലിയാര് തങ്ങളുടെ നരമ്പുകളും പ്രവർത്തിക്കുന്നു. എന്നാ പ്രസവം കഴിഞ്ഞ് 40 ദിവസം പിന്നെ ആഘോഷമാണല്ലോ അല്ലേ? ഒരു പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞാൽ വേദനയൊക്കെ തന്നെ, പക്ഷെ 40 ദിവസം നല്ല തീറ്റി, ശരീരം ഒന്നും അനങ്ങാതെ ഇങ്ങനെ സുഖം. അതുപോലെ തന്നെയാണ് പിന്നെ ശരീരത്തിലെ നരമ്പുകളൊക്കെ വർക്ക് ചെയ്യണ രണ്ടാമത്തെ പ്രസംഗിക്കുന്ന സമയം ഒരാളുടെ ശരീരത്തിലെ എല്ലാ നാഡീ നരമ്പുകളേ ഫാത്തിമ, എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? അലിയാര് തങ്ങളെ പറഞ്ഞില്ല, ഞാൻ അതിനല്ല കരയുന്നത്. അലിയെ, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണീ മക്കത്തുണ്ടോ? അല്ലാഹുവാണ് ഓർമ്മ വന്നത്. ഈ മണിയറക്കകത്തെ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് 6 അടി മണ്ണ് ഓർമ്മ വന്നു. അല്ലാഹുവേ, അത് ഓർത്തിട്ട് കരഞ്ഞു പോയതാണ്. മണിയറക്കകത്തേക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി മണിയറക്കകത്ത് ഏത് പുതിയ പടയാ ചോദിക്കുന്നത്? വിവാഹം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് മണിയറക്കകത്ത് കയറുമ്പോ, പെണ്ണെ ഇന്ന് സുബഹി നമസ്കരിച്ചിട്ടുണ്ടോ? ഇന്ന് ളുഹർ നമസ്കരിച്ചിട്ടുണ്ടോ? ഇന്ന് അസറും മഗ്രിബും ഇശായും നമസ്കരിച്ചിട്ടുണ്ടോ? ഏത് ഭർത്താവാ ചോദിക്കുക? ഏത് പെണ്ണാ ചോദിക്കുക? കെട്ടിയവനോട് ചോദിക്കണം, ഇന്ന് നീ സുബഹി നമസ്കരിച്ചിട്ടുണ്ടോടാ? അവളാണ് ഈമാനുള്ള പെണ്ണ്. ചിരിക്കുന്ന മുഖത്തോടെ ഭർത്താവ് വീടിന്റെ അകത്ത് മണിയറക്കകത്ത് വന്നപ്പോ അവിടെ പറഞ്ഞു കൊടുത്തു, അലിയെ, ഇവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്, ഇവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്. എവിടെയാണ് ഒരുക്കേണ്ടതെന്നറിയോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. അലിയെ, മണിയറ ഒരുക്കേണ്ടത് ഇവിടെയല്ല. ഇവിടെ ഒരുക്കാൻ ആരെ കൊണ്ടും പറ്റും, ഇവിടെ മണിയറ ഒരുക്കാൻ ആരെ കൊണ്ടും പറ്റും. പക്ഷേ മണിയറ ഒരുക്കേണ്ടത് എവിടെയെന്നറിയുമോ? 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് 6 അടി മണ്ണിന്റെ അകത്ത് ഇറക്കി വെച്ച് പിടിമണ്ണ് വാരിയെറിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുന്ന 1ാമത്തെ രാത്രിയുണ്ടല്ലോ, ആ കബറിന്റെ അകത്തല്ലേ മണിയറ ഒരുക്കേണ്ടത്. അവിടെയാണ് സ്വർഗത്തിന്റെ കവാടം തുറക്കേണ്ടത്. അവിടെയാണ് സ്വർഗത്തിലെ വിരിപ്പ് വിരിക്കേണ്ടത്. അവിടെയാണ് സ്വർഗത്തിന്റെ പരിമളമടിച്ചു വീശേണ്ടത്. അവിടെയാണ് ചെയ്ത അമലുകൾ കൂട്ടായി വരേണ്ടത്. അതുകൊണ്ട് അലിയേ, ഇന്ന് രാത്രി നമുക്ക് ഇബാദത്ത് ചെയ്യാം.
അന്ന് നമുക്ക് രണ്ടുപേർക്കും കൂടെ മണ്ണറ മണിയറയാക്കാ, നമുക്ക് രണ്ടുപേർക്ക് കൂടെ ഇബാദത്ത് ചെയ്യാ. പെങ്ങളെ, അതാ ഭർത്താവിനെ കൊണ്ട് നിസ്കരിപ്പിച്ച ഭാര്യ, ഭർത്താവിനെ കൊണ്ട ഭാര്യയും ഭർത്താവും മണിയറയുടെ ഒന്നാമത്തെ ആദിരാത്രി മണിയറക്കകത്ത് ഒന്നുപെടുത്ത നിസ്കരിച്ചിട്ട് കരയുകയാണ്. എന്തിനു വേണ്ടി? ഖബറ് മറിയയാക്കാ, ആ മണ്ണറ മണിയറയാക്കാ. പെങ്ങളെ, ഇവരിങ്ങനെയാ ജീവിച്ചത്. അവസാനം മരണസമയം അടുത്ത് വന്നപ്പോ അലിയാര് തങ്ങളുടെ മടിയിൽ കിടന്നിട്ട് ഈ ഭാര്യ ചോദിക്കുന്നു, അലിയേ ഞാൻ പോവുകയാണ് അലിയേ, എനിക്ക് പൊരുത്തം തരണേ, എനിക്ക് പൊരുത്തം തരണേ. അലിയാര് തങ്ങള് കരയാൻ തുടങ്ങി. ഭാര്യ യാത്ര പറഞ്ഞപ്പോ ഭർത്താവ് കരയാൻ തുടങ്ങി. പെങ്ങളെ, മരിച്ചു കൊണ്ടുപോയി കബറടക്കി, എല്ലാവരും പിരിഞ്ഞു പോയി. അലിയാര് തങ്ങള് വീട്ടിൽ വന്നപ്പോ കിടക്കാൻ പറ്റുന്നില്ല, ഉറക്കം വരുന്നില്ല. അവസാനം അല്ലാഹുവേ പാതിരാത്രി എഴുന്നേറ്റു, പാതിരാത്രി എഴുന്നേറ്റു. ജന്നത്തിൽ ബഖീല് ഭാര്യയുടെ ഖബറിന്റെ ചാരത്ത് ചെന്നു. പാതിരാത്രി ഭാര്യയുടെ ഖബറിന്റെ ചാരത്ത് ചെന്നിട്ട് അലിയാര് തങ്ങള് പറഞ്ഞു, ഫാത്തിമ അസ്സലാമു അലൈക യാ ഫാത്തിമ. ഖബറിന്റെ ചാരത്ത് നിന്നു സലാം പറഞ്ഞു. സലാം അടക്കുന്നില്ല, സലാം അടക്കുന്നില്ല. ആദാ അലിയാര് തങ്ങള് ചോദിച്ചു, ഫാത്തിമ എന്നോട് പിണങ്ങിയോ? ജീവിച്ചിരിക്കുന്ന ഭാര്യയോട് ചോദിക്കുന്നത് പോലെ ഖബറിന്റെ അകത്ത് കിടക്കുന്ന ഭാര്യയോട് ചോദിച്ച്, എന്നോട് പിണക്കമാണോ? പിണങ്ങല്ലേ ഫാത്തിമ, ഇത്ര പെട്ടെന്ന് എന്നെ മറന്നുപോയോ? എന്റെ സലാം മടക്കു ഫാത്തിമ. പെങ്ങളെ, ജീവിതമതാ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, വിവാഹത്തിന്റെ അന്ന് നാട്ടുകാരുടെ മുഴുവനും പ്രാക്ക് വേടിച്ചാൽ, നാട്ടുകാര് മുഴുവനും നിന്നെ ശപിക്കുന്ന ദിവസം നിന്റെ വിവാഹ ദിവസമാ. എത്ര പേരെ ബുദ്ധിമുട്ടിക്കുന്നടാ, എന്തെല്ലാ പേക്കൂത്തുകൾ കാണിക്കുന്നടാ. ഈ ജനങ്ങളുടെ മുഴുവനും പ്രാക്ക് വാങ്ങിയ ദിവസം, നിന്നെ എല്ലാവരും ശപിച്ച ദിവസം, കുടുംബജീവിതം തുടങ്ങിയ നല്ല മക്കളെ കിട്ടുവോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, വിവാഹപ്രായമെത്തിയ മക്കളെ, എത്ര വലിയ പണക്കാരന്റെ മകളാണെങ്കിലും എവിടെ വെച്ച് നിക്കാഹ് നടത്തണം? വാശി വേണമടാ, വാശി വേണമടാ. ഞാൻ അള്ളാന്റെ പള്ളിക്കകത്ത് വെച്ച് നിക്കാഹ് നടത്തൂ. രണ്ട്, നല്ല മക്കളെ കിട്ടണമെങ്കിൽ രണ്ടാമത്തെ കാര്യം, നിന്റെ നിക്കാഹ് പള്ളിയിൽ വെച്ച് നടത്തണേ. അല്ലാഹുവേ, അതിനുള്ള ഈമാൻ നൽകണേ അല്ലാ. അപ്പൊ രണ്ടാമത്തെ കാര്യം, വിവാഹം പള്ളിയിൽ വെച്ച് നടത്തണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പെണ്ണ് കെട്ടാത്തവരൊക്കെ വേണമെങ്കിൽ നീയത്ത് ചെയ്തോ. എത്ര വലിയ അംബാനിയുടെ മോളാണെങ്കിലും പള്ളിക്കകത്ത് വെച്ച് നടത്തിയാൽ മതി. എങ്കിൽ നിന്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകും, നിനക്ക് മലക്കുകളുടെയും എല്ലാവരുടെയും ദുആയും കിട്ടും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ കല്യാണം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 2, 3 എല്ലാവരും കൂടെ കല്യാണമെല്ലാം കഴിഞ്ഞു. രാത്രി പടക്കം പൊട്ടിയിലൊക്കെ കഴിഞ്ഞു. രണ്ടുപേരെയും മണിയറയ്ക്കകത്തേക്ക് കയറ്റിവിട്ടു. അങ്ങനെ ഭാര്യയും ഭർത്താവും മണിയറയ്ക്കകത്തേക്ക് കടന്നു വന്നു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3 കേട്ടോ. മൂന്നാമത്തെ കാര്യം, എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ വിചാരിച്ചോ നല്ല മക്കളെ ഇങ്ങനെ പെട്ടെന്നങ്ങ് കിട്ടുമെന്ന്? എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? മണിയറയ്ക്കകത്ത് കയറിയിരുന്നിട്ട് ഭാര്യയും ഭർത്താവും കൂടെ ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂന്നാമത്തെ കാര്യം, ഭാര്യയും ഭർത്താവും കൂടെ മണിയറയ്ക്കകത്ത് കയറിയിരുന്നിട്ട് ദുആ ചെയ്യണം. എങ്ങനെ ദുആ ചെയ്യണം? ഉസ്താദന്മാരോടൊക്കെ ചോദിച്ചാൽ പറയാം. പെണ്ണുമ്പിള്ളയുടെ തലയിൽ കൈവച്ചിട്ടൊരു ദുആ ചെയ്യണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഭാര്യയും ഭർത്താവും കൂടെ കയറി ഇരുന്നിട്ട് ദുആ ചെയ്യണം. എവിടെ ദുആ? എവിടെ ദുആ? ഇവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്ത് ദുആ ഇല്ലേ? അതിനൊന്നും വലിയ പ്രസക്തി ഇല്ലാത്ത കാലമാണ്. കാരണം ചോദിക്കാനും പറയാനും ഒന്നുമില്ലല്ലോ. എല്ലാം നേരത്തെ ചോദിച്ചും പറഞ്ഞും വെച്ചിരിക്കുകയല്ലേ. ഉള്ള കാര്യം പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയ്ക്കും ഭർത്താവിനും ചോദിക്കാനില്ല. ഇവന്റെ അടിവസ്ത്രത്തിന്റെ അളവ് എത്രാന്ന് വെച്ചാൽ അവള് പറഞ്ഞു തരും. അത്രയ്ക്ക് നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രായമുള്ളവർ ക്ഷമിക്കണം കേട്ടാ. കാരണം ഇത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. നിങ്ങൾ ആലോചിക്കേ, എടാ, സ്കൂളിൽ പഠിക്കുന്ന, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, +1 പഠിക്കുന്ന മകളുടെ ഫോണിൽ ഒരു മിസ് കോള് കണ്ട നീ ചോദിക്കും, ആരാ? ഓ, എന്നെ അടിയെന്നറിയോ? എന്തിനാടി നീ അവന്റെ കൂടെ ബൈക്കിൽ കയറി പോയത് എന്ന് പറഞ്ഞിട്ട് മകളുടെ ഫോണിൽ ഒരു കോള് വന്ന, ഓ, അപ്പായും ഉമ്മായും കൂടപ്പുറപ്പിന്റെ ഒക്കെ ഈമാൻ കണ്ടാ വിചാരിക്കവൻ അള്ളാടെ അടുത്ത ആളാന്ന്. അത്രക്കിടിയാ.
കെട്ടിയിട്ട് അടി, ഇനി പഠിക്കാൻ പോണ്ടടി, ഈ മുടിയൊക്കെ കുത്തിപ്പിടിച്ച് ഭിത്തിയിലൊക്കെ ഇടിക്കും. നല്ലതാട്ടാ, കുഴപ്പം. അല്ലെങ്കിൽ വന്ന് സ്വർണ്ണമൊക്കെ ഇട്ടു പോയി, ഇത്ര ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് ഇവൻ വീട്ടിൽ പോയിട്ട് രാത്രിയാകുമ്പോൾ അങ്ങോട്ട് വിളിക്കും ഉമ്മയുടെ ഫോണിൽ. ഉടനെ ഉമ്മ കൊണ്ടുപോകും, ഉമ്മ തന്നെ ഫോൺ കൊണ്ടുകൊടുക്കുന്ന, മോളെ നിന്നെ വിളിക്കുന്നു, വ്യഭിചരിച്ചോ. ഓ, അപ്പൊ ഈ തല്ലിയ വാപ്പ, ഈ അടിച്ച ഉമ്മ, സ്വന്തം മകള് നിക്കാഹ് കഴിക്കാത്തവന്റെ കൂടെ, അന്യമൻ തന്നെയല്ലേ. നിന്റെ മകളെ അവൻ കെട്ടിയിട്ടൊന്നുമില്ലല്ലോ, നിക്കാഹ് കഴിച്ചാലല്ലേ അവൻ ഭാര്യയാകത്തുള്ളൂ. പെണ്ണെ, നിന്റെ ഉമ്മ മിണ്ടൂല, കൂടപ്പറപ്പ് മിണ്ടൂല. വാപ്പ രാത്രി വഴുതു പറയാ, പെണ്ണും മകള് കാലിന്റെ മുകളിൽ കാലും കെട്ടിയിട്ട് തലകുത്തി നിന്ന് വഴുതു പറയണിട്ടാലും നീ ഒന്നും മിണ്ടൂല. നിന്നെ ഒന്നും അള്ളാഹു വെറുതെ വിടത്തില്ല, കാത്തിരുന്നോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സ്വന്തം മക്കളെ വ്യഭിചരിക്കാൻ അനുവാദവും സാഹചര്യം ഒരുക്കി കൊടുക്കുന്നവളാ നീ. നിന്നെ വിടുവോ അള്ളാഹ്? നിന്നെ വിടുവോ? നിനക്കെന്തേ? എടാ, നിക്കാഹ് പോലും കഴിക്കണ്ട, കറങ്ങാൻ വിടും. നിക്കാഹ് പോലും കഴിക്കേണ്ട, കറങ്ങാൻ വിടാം. വന്ന് വിളിച്ച കൂടെ പോകാൻ, കുഴപ്പമില്ല. എന്തിനാ ഒരെണ്ണം വയറ്റും കൂടെ ആക്കി, ബാക്കിയൊക്കെ പിന്നെ ആവാല, നിക്കാഹ് പിന്നെയും കഴിക്കാല, അത് മാത്രം എന്തിനാ മാറ്റി വെക്കണേ? എടാ, നാണം വേണം എടാ ചെറുപ്പക്കാരാ. എടാ, കണ്ട വെള്ളം, ഒരു സ്വർണ്ണമാണ് നിന്റെ വില. ഒരു സ്വർണം കൊണ്ടിട്ട് വിളിച്ച ഫോൺ വിളി. ഞാൻ ഒരു കാര്യം പറയാം, ഒരിക്കലും ചെയ്യില്ല ചെറുപ്പക്കാരാ. ചെയ്ത ജീവിതത്തിൽ ഒരുപാട് കണ്ണുനീര് കുടിക്കേണ്ടി വരും. ഇരിക്കുന്ന ആണുങ്ങളോട്, പെണ്ണുങ്ങളോട് ഞാൻ പറയാ, വിവാഹത്തിന് മുമ്പ് ഫോണിലൂടെ വിളിച്ച് സംസാരിച്ചവരുടെ കൈ പിടിച്ചിട്ട്, കാലി പിടിച്ചിട്ട് ചോദിക്ക് എങ്ങനെ ചെയ്യേണ്ട ജീവിതമെന്ന്. കരച്ചിലല്ലാതെ വേറൊന്നും കാണൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാം വാഴ്ന്ന് നേരത്തെ തന്നെ എല്ലാം ചോദിച്ചറിഞ്ഞു വെച്ചിരിക്കല്ലേ, എന്ത് വിചാരിക്കണം? എല്ലാം നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുക. ഇവരുടെ ജീവിതത്തിൽ എന്തർത്ഥമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഭാര്യയും ഭർത്താവും മണിയറയ്ക്കകത്ത് കയറിയ ആദ്യം ചെയ്യേണ്ടത് ദുആ ചെയ്യണം. കല്യാണം കഴിഞ്ഞ് രണ്ടുപേരും കൂടെ അല്ലാഹുവേ മണിയറയ്ക്കകത്ത് 2 റക്അത്ത് നമസ്കരിക്കണം. എന്നിട്ട് ആ മണിയറയ്ക്കകത്തിരുന്ന് ദുആ ചെയ്യണം. അല്ലാഹുവേ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, സാലിഹായ സന്താനങ്ങളെ തരണേ അല്ലാ. കണ്ണിന് കുളിർമയുള്ള മക്കളെ തരണേ അല്ലാ. റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഇങ്ങനെ ദുആ ചെയ്യുന്നവർക്ക് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്യണം. അല്ലാഹുവേ നല്ല മക്കളെത്താ, സാലിഹായ മക്കളെത്താ. അങ്ങനെ ദുആ ചെയ്ത മക്കൾ ഒരിക്കലും തലതിരിഞ്ഞു പോകൂല. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയാ, എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയാ. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം. സക്കരിയ നബി ഉണ്ടല്ലോ, അല്ലാഹുവേ വയസ്സ് കുറയായി, മക്കളില്ലാതെ വന്നപ്പോ ഒരിക്കൽ ബൈത്തുൽ മുഖദ്ദസിന്റെ ഉള്ളറയിൽ മഹദിയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ, ചെറിയ പെണ്ണായ മറിയം ബീബി പള്ളിയുടെ മിഹ്റാബിന്റെ അകത്തിരുന്ന് അതാ പഴങ്ങൾ കഴിച്ചു കൊണ്ടിരിക്കുമ്പോ സക്കരിയ നബി ചോദിച്ചു, മറിയമേ എവിടെ നിന്നാണ് ഈ പഴം കിട്ടിയത്? ഈ നാട്ടിൽ കിട്ടാത്ത പഴമാണല്ലോ, ഈ പഴത്തിന്റെ സീസൺ അല്ലല്ലോ, പിന്നെ ആരാണ് നിനക്ക് പഴം തന്നത്? ആ സമയത്ത് പറഞ്ഞു, മറിയം ബീബി പറഞ്ഞു, അന്നാലകി ഹാദാ, അവിടെന്ന് പറഞ്ഞു, എനിക്ക് റബ്ബ് തന്നതാ, എനിക്ക് അല്ലാഹു തന്നതാ. സക്കരിയ നബി അവിടെ നിന്നുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുവേ എനിക്ക് സ്വാലിഹായ മക്കളെ തരണേ അല്ലാ. അവിടെന്ന് ദുആ ചെയ്തു, അവിടെന്ന് ദുആ ചെയ്തു. അല്ലാഹു ഒരു പൊന്നുമോനെ കൊടുത്തു, അല്ലാഹു ഒരു പൊന്നുമോനെ കൊടുത്തു. ആ മകന് പേരിട്ടത് അല്ലാഹുവാ, ആ മകന് പേരിട്ടത് അല്ലാഹുവാ, യഹ്യാ നബി അലൈഹിസ്സലാം. അല്ലാഹുവേ ചരിത്രമെടുത്ത് നോക്ക്, യഹ്യാ നബി അലൈഹിസ്സലാമിനെ കാണുന്നില്ല, 11 വയസ്സുള്ള പൊന്നുമോനെ കാണുന്നില്ല. വാപ്പ രാവിലെ മുതൽ തിരഞ്ഞു നടക്കുകയാണ്. അവസാനം തന്റെ മകനെ കാണാതെ വന്നപ്പോ ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിൽ ചെന്നിട്ട് സക്കരിയ നബി റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ വയസ്സാങ്കാലത്ത് കിട്ടിയ മകനാണ് റബ്ബേ, എനിക്കവനെ വേണമല്ലാ. അവിടെ പോയി ദുആ ചെയ്തു. അവസാനം തിരിച്ചു തന്റെ വീട്ടിലേക്ക് വരുമ്പോ പള്ളിപ്പറമ്പിൽ ഒരു തേങ്ങല് കേൾക്കുകയാ, ഖബർസ്ഥാനിൽ ഒരു കരച്ചില് കേൾക്കുകയാ.
സക്കരിയാ നബിക്ക് അത്ഭുതമായി. ആരാ പടച്ചവര്? ഈ പാതിരാത്രി പള്ളിപ്പറമ്പിലിരുന്ന് കരയുന്നതാരാട്? സക്കരിയാ നബി നടന്നു ചെല്ലുമ്പോ ഇടിഞ്ഞു കിടക്കുന്ന ഒരു ഖബറിന്റെ അകത്തിരുന്നൊരു പൊന്നുമകന് കരയുകയാണ്. ആരാ കരയുന്നത്? ഇടിഞ്ഞു കിടക്കുന്ന ഖബറിന്റെ അകത്തിരുന്ന് കരയുന്ന മകനാരാ? മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം. യഹ്യാ എന്ന് പറയുന്ന 11 വയസ്സുള്ള മകൻ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്തിറങ്ങിയിരുന്ന് കരയുമ്പോ വാപ്പ ചോദിച്ച, മോനെ യഹ്യാ, എന്തിനാടാ കരയുന്നത്? എന്തിനാ ഖബറിന്റെ അകത്തിറങ്ങിയിരിക്കുന്നത്? അവിടെ നിന്ന് പറഞ്ഞു, വാപ്പാ, അവസാനം വന്നു കിടക്കേണ്ടത് ഇതിനകത്തല്ലേ വാപ്പാ. സക്കരിയാ നബി തളർന്നു പോയി. 11 വയസ്സുള്ള മകൻ പറയുകയാ, അവസാനം ഇതിനകത്തല്ലേ വന്നു കിടക്കേണ്ടത്? എന്റെ പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്തിട്ട് കിട്ടുന്ന മക്കൾ എങ്ങനെയാണ്? അവർ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന മക്കളാ, അവർ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മക്കളാ. അതുകൊണ്ട് പെങ്ങളെ, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? വിവാഹം കഴിഞ്ഞ് മണിയറക്കകത്ത് കയറിയിട്ട് വിവാഹം കഴിഞ്ഞ് ഇനി ഒരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹിക്കുന്നവരോട് പറയുന്നത്, എപ്പോഴും ദുആ ചെയ്തോ. മറിയം ബീവിയുടെ ഉമ്മയായ ഹന്നത്തു ബീവി റളിയല്ലാഹു തആല അൻഹാ, പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിന്റെ പേര് തന്നെ മറിയം എന്നാണ്. ഈസാ നബിയുടെ ഉമ്മയാണ്. ആ ഹന്നത്തു ബീവി റളിയല്ലാഹു തആല അൻഹാ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പക്ഷി തന്റെ വായിക്കകത്ത് ഭക്ഷണവുമായി പറന്നു വന്നു. തന്റെ കുഞ്ഞിന്റെ വായിക്കകത്തേക്ക് വെച്ച് കൊടുക്കുന്നത് കണ്ടപ്പോ ഹന്നത്തു ബീവിക്ക് പ്രസവിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. അവിടെ അല്ലാഹുവോട് ദുആ ചെയ്തു, റബ്ബേ, സ്വാലിഹായ സന്താനങ്ങളെ തരണേ അല്ലാ എന്ന് ദുആ ചെയ്തെന്ന് ചരിത്രം പറയുമ്പോ, മണിയറക്കകത്തിരിക്കുന്ന ഭാര്യയും ഭർത്താവും ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം 2 റക്അത്ത് നിസ്കരിച്ച് ഭാര്യയുടെ തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്യണം. പരസ്പരം രണ്ടുപേരും കൂടെ മണിയറക്കകത്തിരുന്നിട്ട് അല്ലാഹുവോട് പറയണം, അല്ലാ, സാലിഹായ സന്താനങ്ങളെ തരണേ എന്ന് ദുആ ചെയ്യണേ എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. വിശദീകരിക്കുന്നില്ല. നാലാമത്തെ കാര്യം എന്തെന്നറിയോ? ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. നീയത്ത് നന്നാക്കണേ. അത് വലിയ പ്രയോജനമുള്ള കാര്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തെ കാര്യം നീയത്ത് നന്നാക്കണം. ഇതങ്ങനല്ല, കല്യാണം കഴിഞ്ഞു ഭാര്യയും ഭർത്താവും കൂടെ മണിയറയ്ക്കകത്തിരിക്കുമ്പോൾ തന്നെ പെണ്ണുമ്പിള്ള പറയും, എനിക്ക് 5 കൊല്ലം കഴിഞ്ഞിട്ട് മക്കളെ മതി, എനിക്കിപ്പോഴെങ്കിലും പ്രസവിക്കാൻ വയ്യ, എനിക്ക് അടിച്ചു പൊളിക്കണം, ഇപ്പോഴെങ്കിലും വേണ്ട. അവസാനം പൊട്ടനെ ലോട്ടറി അടിച്ച പോലെ ഒന്നിനെ കിട്ടിയ ഡോക്ടർ പറയുമ്പോൾ ഞാൻ തിരിച്ചു, ഡോക്ടർ എത്തിക്കഴിഞ്ഞാൽ പോകാൻ പോട്ടെ, ഒരു സംശയം തീർക്കാണ്ട്. എന്റെ പ്രിയ, രണ്ടാമത്തെ കാര്യം, എന്തിനും ഒരു മര്യാദയാണ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എല്ലാവരും നേരെ ഇരി, ഉറങ്ങണ താത്തമാരൊക്കെ ഒന്ന് എഴുന്നേറ്റ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം ഇപ്പൊ ഉദാഹരണം ചെയ്യുന്നുണ്ട്. എന്തിനും ഒരു മര്യാദയുണ്ട്. ആര് കഴിക്കും? ഉറക്കപ്പുറം ആര് കഴിക്കും? ശൈത്താൻ കഴിക്കും, ഇല്ലേ? കഴിക്കും. ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് ബിസ്മി പറയാതെ ബന്ധപ്പെട്ടാൽ ശൈത്താൻ കൂടും. ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് അവിടെ നിന്ന് ബിസ്മി പറഞ്ഞില്ലെങ്കിൽ അവിടെ ശൈത്താൻ കൂടും. അവസാനം പിന്നെ ശൈത്താന്റെ മോനെ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇല്ലേ? പിന്നെ ഉമ്മ തന്നെ ചോദിക്കുക, എന്താ ശൈത്താന്റെ സ്വഭാവം? കാരണം നീ തന്നെ പറയണമായിരുന്നു, നിന്റെ ജോലിയല്ലേ. ഒരു നല്ല കാര്യം ഏത് സമയത്തും ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങണമെന്നല്ലേ. അപ്പൊ നിങ്ങൾ കുടുംബ ജീവിതത്തിൽ പാലിക്കേണ്ട ഒന്നാമത്തെ കാര്യം ബിസ്മി പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2, ഭാര്യയുടെ ദുആ ചെയ്യണം. ഒരു ദുആയുണ്ട്. ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് ദുആയുണ്ട്. 3 പരസ്പരം നിങ്ങൾ ഔറത്ത് കാണാൻ പാടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഭാര്യയും ഭർത്താവും ഔറത്ത് കാണാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, പിന്നെ എന്റെ പെണ്ണുമ്പിള്ളയുടെ ശരീരം എനിക്കല്ലാതെ പിന്നെ ആർക്കുള്ളതാ? ചോദ്യതാ.
അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഏറ്റവും കുറഞ്ഞത് ഒന്ന് ബിസ്മി പറയണം. 2 ദിവസം പടച്ച് എന്റെ പ്രിയമുള്ള സഹോദരൻ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞാൽ നീ ആദ്യം ചെയ്യേണ്ടത് എന്തെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, നീ റബ്ബിനോട് ദുആ ചെയ്യണം മോനെ. അല്ലാഹുവേ, ഹന്നത്തു ബീബി റളിയല്ലാഹു തആല അൻഹാ നല്ല മക്കളെ കിട്ടാ ദുആ ചെയ്തു. അവസാനം അവിടെന്ന് ഗർഭിണിയാണെന്നറിഞ്ഞപ്പോ ഹന്നത്തു ബീബി അല്ലാഹുവോട് പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാഹുവേ, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നിന്റെ പള്ളിക്ക് ഞാൻ കൊടുത്തേക്കാം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി പറയണോ നിർത്തണോ പറയണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്കിക്ക്. ശരി, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടികൊള്ളുന്നത് ചെണ്ട, പണം വാങ്ങുന്നത് അടികൊള്ളുന്നത് ചെണ്ട. പഴഞ്ചൊല്ലില്ലേ പഴങ്ക? പണം വാങ്ങുന്നത് തൊണ്ട പറ്റി വാഴ് പറയുന്ന ഉസ്താദിന് പച്ചവെള്ളം, കേൾക്കാൻ വന്നവർക്കൊക്കെ കട്ടൻ കാപ്പി. ശരി, അള്ളാഹു ഹൗദുൽ കൗസർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഹൗദുൽ കൗസറിലെ വെള്ളം കുടിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ശരി, ഇത്തിരി കൂടെ കേട്ട് പ്രസവം വരെ പറയാം ഇൻഷാ അല്ലാഹ്. പ്രസവം വരെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം കേട്ടാ. എന്തായാലും പകുതി വെച്ചിട്ട് പോണേ ശരിയല്ലല്ലോ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അങ്ങനെ പെണ്ണ് ഗർഭിണിയായി ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർമാര് പറയും അനങ്ങരുത്. ഡോക്ടറിനെ ഇരുത്തിയിട്ട് കൊല്ലല്ലട്ടാ, എൻ്റെ അത് മനസ്സിലാവും. ഡോക്ടർമാര് പറയും റെസ്റ്റ് എടുക്കണം. പിന്നെ അല്ലാഹു അഅലം, പിന്നെ തലയിലും ഇല്ല കാലിലും ഇല്ല, കൊണ്ടുപോയിട്ട് ബെഡ്റൂമിൽ കൊണ്ട് കിടത്തിയിട്ട് പറയും കുളിക്കാനും ഭക്ഷണം കഴിക്കാനും ബാത്റൂമിൽ പോകാൻ എഴുന്നേറ്റാൽ മതി, എൻ്റെ മോൾ ഇവിടെ ഇരിക്കരുത്, എല്ലാം മുന്നിലെത്തും. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രസവത്തിന് ശേഷമല്ല മക്കളെ നന്നാക്കേണ്ടത് കേട്ടോ. ഗർഭിണികൾ കേൾക്കണം, ഗർഭിണികളായ പെണ്ണുങ്ങൾ കേൾക്കണം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, നിനക്ക് സമയം പോകാറില്ലല്ലോ. സമയം പോകാത്തത് കാരണം പടച്ചവനെ കുറെ നേരം മൊബൈലിൽ കുത്തും, പിന്നെ TV കണ്ടുകൊണ്ടിരിക്കും, സീരിയൽ കണ്ടുകൊണ്ടിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ ഗർഭിണിയായിരിക്കുന്ന സമയം മുതലാണ് നിന്റെ മക്കളെ നന്നാക്കാൻ തുടങ്ങേണ്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഗർഭിണിയായിരിക്കുന്ന സമയം ഒരു പെണ്ണ് പ്രത്യേകമായിട്ട് സൂക്ഷിക്കണം. ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട സമയം ഗർഭിണിയായിരിക്കുന്ന സമയം. കാരണം നിന്റെ സ്വഭാവമായിരിക്കും നിന്റെ കുഞ്ഞിനുണ്ടാവുക. ഒരു പെണ്ണിന്റെ സ്വഭാവം 100-ൽ 75% സ്വഭാവവും നിന്റെ സ്വഭാവമായിരിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വയറ്റിന്റെ അകത്ത് കിടക്കണ ചങ്ങാതി എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുക. നീ ഗർഭിണിയായിരിക്കുന്ന സമയം ഏറ്റവും കൂടുതൽ മൊബൈലിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ 1 വയസ്സുള്ള കുഞ്ഞിനെ പൊക്കുമ്പോ വാപ്പാടെ പോക്കറ്റിൽ നിന്ന് ഫോൺ പൊക്കിയിട്ടുണ്ടാകും, ഉറപ്പാ. നീ ഏറ്റവും കൂടുതൽ ടിവിയുടെ ഫ്രണ്ടിലാണ് സമയം ചെലവഴിച്ചതെങ്കിൽ കൊച്ചു ടിവിയുടെ മക്കളായി നിന്റെ മക്കളും മാറും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, സംശയമുള്ള ഒരു ഡോക്ടറോട് ചോദിച്ചാൽ മതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. അങ്ങനല്ലേ ഡോക്ടർ? എന്താ ഡോക്ടർ അങ്ങനല്ലേ? ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഏത് പൊടി കുഞ്ഞിനെ, കരയുന്ന ഏത് കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ആട്ടിയാലും കുഞ്ഞിന്റെ കരച്ചിൽ മാറുവോ? നിങ്ങളോട് ചോദിക്കുന്നില്ല, മാറുവോ? ഏത് കരയുന്ന കുഞ്ഞിനെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ആട്ടിയാലും കുഞ്ഞുറങ്ങോ? കുഞ്ഞിന്റെ കരച്ചിൽ മാറുവോ? മാറും. ഇതാര് പഠിപ്പിച്ചു? ഏത് സ്കൂളിൽ നിന്നാ പഠിച്ചേ? ഏത് സ്കൂളിൽ നിന്നാ പഠിച്ചേ? മലക്ക് പഠിപ്പിച്ച? നീ പഠിപ്പിച്ച? ഇല്ലല്ലോ. ഏത് കുഞ്ഞിനെ കയ്യിൽ വെച്ച് ഇങ്ങനെ ആക്കിയാലും കുഞ്ഞിന്റെ കരച്ചിൽ മാറും. അതിന്റെ കാരണം എന്തെന്നറിയോ? ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിന്റെ വയറ്റിൽ വെള്ളമില്ല പറഞ്ഞില്ലേ? നിന്റെ വയറിന്റെ അകത്ത്, ഈ വെള്ളത്തിന്റെ അകത്ത് കിടന്ന് ഈ കുഞ്ഞിങ്ങനെ ആടി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ ഉമ്മ കൈകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ കുഞ്ഞുറങ്ങുന്നത്, കുഞ്ഞിന്റെ കരച്ചിൽ മാറുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ വയറ്റിന്റെ അകത്ത് ഇത് കടന്ന് അങ്ങനെ ആടുന്നത് പഠിക്കണമെങ്കിൽ ബുദ്ധി വേണ്ടേ? നിന്റെ വയറിന്റെ അകത്ത് കിടന്ന് നീ കടന്നപ്പോഴും ഈ കുഞ്ഞ് ആടി പഠിച്ചത് കൊണ്ടല്ലേ കൈകൊണ്ട് ഇങ്ങനെ ആക്കിയപ്പോ കരച്ചിൽ നിർത്തിയത്, ഉറങ്ങിയത്. അത് മനസ്സിലാക്കാൻ കുഞ്ഞിന് പറ്റുമെങ്കിൽ നീ ബാക്കി ചെയ്യണ കാര്യമൊന്നും മനസ്സിലാക്കാൻ പറ്റൂലല്ലോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുകയാ, ഗർഭിണിയായിരിക്കുന്ന സമയം, അതുകൊണ്ടാ പണ്ടുള്ള ഉമ്മമാര് പറഞ്ഞത് നല്ലത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ.
നല്ലത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഖുർആനോത്, നല്ല കാര്യങ്ങൾ ചെയ്യും. കാരണം എന്ത്? നിന്റെ വയറ്റിന്റെ അകത്ത് കിടക്കുന്ന കുഞ്ഞിതൊക്കെ കാണുന്നുണ്ട്. നിന്റെ സ്വഭാവം നിന്റെ മക്കൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ സൂക്ഷിക്കണേ എന്ന് പഴയ പ്രായമുള്ളവർ പറഞ്ഞത് വെറുതെയല്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, മഹാനായ ഇമാമുനാ ശാഫി റളിയല്ലാഹു തആല അൻഹു, ശാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്ത് നോക്ക്. പടച്ചവനെ, നമ്മുടെ മക്കളെ LKG-യിൽ വിടുന്ന പ്രായത്തിലാണ് അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചത്. ആ ഖുർആനിന്റെ അർത്ഥവും പഠിച്ചത്. മക്കളെ LKG-യിൽ വിടുന്ന സമയത്താണ് 5 വയസ്സിന്റെ പ്രായത്തില്. എങ്ങനെയാ ഖുർആൻ പഠിച്ചത്? ഉമ്മാടെ വയറ്റിൽ കിടന്ന് ഖുർആൻ കേട്ട് മോള്. ഗർഭിണിയായിരുന്ന സമയത്ത് ഉമ്മ ഒരുപാട് ഖുർആൻ ഓതിയതാണ്. വയറിന്റെ അകത്ത് കിടന്ന് ശാഫി റളിയല്ലാഹു തആല അൻഹു ഉമ്മ ഓതുന്ന ഖുർആൻ കേട്ട് വളർന്ന മകനാ. ആ മകനാണ് അല്ലാഹുവേ ചെറിയ പ്രായത്തിൽ ഹാഫിളായത്, ഖുർആനിന്റെ അർത്ഥങ്ങൾ പഠിച്ചത്, ഒരുപാട് ഹദീസുകൾ പഠിച്ചത്, ഒരു നാടിന്റെ മുഫ്തിയായി മാറിയതെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുകയാണ്, ഗർഭിണിയായിരിക്കുന്ന സമയം നീ സൂക്ഷിക്കണം പെണ്ണ്. നീ നിന്റെ ഭർത്താവിനോട് സംസാരിക്കുന്ന സമയം പോലെ സൂക്ഷ്മതയോടുകൂടി വേണം സംസാരിക്കാൻ. അതുകൊണ്ട് മക്കളെ നന്നാക്കണമെങ്കിൽ, സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ 6ാമത്തെ കാര്യം എന്തെന്നറിയോ? നീ ഗർഭിണിയായിരിക്കുന്ന സമയം നല്ലത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഗർഭിണിയായിരിക്കുന്ന പെണ്ണിന്റെ അടുക്ക പോയിരുന്നിട്ട് ആവശ്യമില്ലാത്ത ഒന്നും പറയണ്ട. അകത്തൊരുത്തം കിടന്ന് കേട്ടോണ്ട് ഇവിടെ കിടക്കുന്നുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ ഓർമ്മ നിനക്ക് എപ്പോഴും വേണം. അപ്പം മക്കളെ നന്നാക്കാൻ തുടങ്ങേണ്ടത് അവിടെ മുതലാ. ഗർഭിണിയായിരിക്കുന്ന സമയം മുതൽ വേണം നീ നല്ലത് ചെയ്യാൻ. അപ്പം മുതൽ നിന്റെ മക്കളെ നന്നാക്കാൻ നീ തുടങ്ങണം. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ വിശദീകരിക്കുന്നില്ല.